ഹലോ. തുടരും സിനിമയുടെ പ്രൊമോഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ പ്രൊമോഷൻസിലും ഡയറക്ടറായിട്ടുള്ള തരുൺ മൂർത്തി തന്നെയായിരുന്നു അല്ലേ? ഒരു പ്രൊമോഷൻസിന് പോലും നമ്മുടെ ലാലേട്ടനെയോ ശോഭനയോ കൊണ്ടുവന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? ഇതിനെയാണ് സ്ട്രെയിറ്റ് സാൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെലിബറേറ്റ്ലി ഒരു കാര്യം ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് വീണ്ടും കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും, കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ഈ ടെക്നിക്കാണ് തരുൺ മൂർത്തി തന്റെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. തരുൺ മൂർത്തിയും അദ്ദേഹത്തിന്റെ സഹസംവിധായകനായിട്ടുള്ള ബിനു പപ്പും ഷൂട്ടിംഗ് സെറ്റിൽ നടന്നിട്ടുള്ള ലാലേട്ടന്റെ പെർഫോമൻസും അപ്പോൾ തന്നെ ശോഭനയുടെ ഫണ്ണി മൊമെന്റ്സും ഒക്കെയാണ് അവർ പങ്കുവച്ചത്. ഇത് കാരണം ഓഡിയൻസിന് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായി, കൂടുതൽ ഇവരെ കാണണമെന്നുള്ള ടെൻഡൻസി ഉണ്ടാക്കി. പോരാത്തതിന് ഹിറ്റ് കോംബോ ആയിട്ടുള്ള ലാലേട്ടനും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ വരുന്നു എന്നുള്ള ത്രില്ലും അവർ മാർക്കറ്റ് ചെയ്തു. ഇതാണ് തുടരു സിനിമയെ ഹിറ്റാക്കാനുള്ള ഒരു കാരണം. Corinthians, the creative company